എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോർഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിൽ തീ കോരിയിട്ടു. കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് കരുതിയ വിജയം അപ്രതീക്ഷിതമായി കൈവിട്ടുപോയതിന്റെ ഞെട്ടലിലാണ് ക്രിക്കറ്റ് ലോകം. ലോർഡ്സിലെ ഗ്രീൻ ടർഫിൽ നടന്ന ആ ആവേശകരമായ മത്സരത്തിൽ ഇംഗ്ലണ്ട് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ അവർ 387 റൺസ് നേടി. മറുപടിയായി ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ എന്നിവരുടെ തകർപ്പൻ പ്രകടനത്തിൽ ഇന്ത്യയും അതേ സ്കോർ നേടി മത്സരം സമനിലയിലാക്കി. പിന്നീട് ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുടെ ഉജ്ജ്വല ബൌളിംഗിൽ ഇംഗ്ലണ്ടിനെ 192 റൺസിന് ചുരുട്ടിക്കെട്ടി. ഇതോടെ ഇന്ത്യയ്ക്ക് വിജയലക്ഷ്യം 193 റൺസ്. ഒരു ചെറിയ ലക്ഷ്യം, പക്ഷേ ലോർഡ്സിലെ പിച്ചും ഇംഗ്ലീഷ് ബൌളർമാരും ചേർന്ന് അതിനെ ഒരു വലിയ വെല്ലുവിളിയാക്കി മാറ്റി. ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ തുടക്കം ശുഭകരമായിരുന്നില്ല. യശസ്വി ജയ്സ്വാൾ, കരുൺ നായർ, നായകൻ ശുഭ്മാൻ ഗിർ വേഗത്തിൽ കൂടാരം കയറി. എന്നാൽ രവീന്ദ്ര ജഡേജ ഒരു വശത്ത് ഉറച്ചുനിന്ന് 61 റൺസ് നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ മുഹമ്മദ് സിറാജും ജഡേജയ്ക്ക് കൂട്ടായി ക്രീസിലെത്തി. ഇന്ത്യയ്ക്ക് ജയിക്കാൻ വെറും 23 റൺസ് മാത്രം. ജഡേജയും സിറാജും ചേർന്ന് ഈ ആവേശ പോരാട്ടത്തിൽ ഇന്ത്യയെ വിജയത്തിലെത്തിക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി എല്ലാം തകിടം മറിഞ്ഞു. അവസാന ഓവറിൽ ഇംഗ്ലണ്ടിന്റെ ഷോയിബ് ബഷീർ എറിഞ്ഞ 5-ാം പന്തിൽ മുഹമ്മദ് സിറാജ് ഒരു ഡിഫൻസീവ് ഷോട്ട് കളിച്ചു. പന്ത് ബാറ്റിൽ തട്ടി പിച്ചിൽ കുതിച്ചുയർന്ന് സ്റ്റംപിൽ പതിച്ചു. അമ്പയർ സിറാജിനെ ക്ലീൻ ബോൾഡായി പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ട് 22 റൺസിന് മത്സരം ജയിച്ചു. ഗാലറി നിശബ്ദമായി. ഇന്ത്യൻ ആരാധകരുടെ ഹൃദയം തകർന്നു. എന്നാൽ യഥാർത്ഥ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. മത്സരം കഴിഞ്ഞതിനുശേഷം റീപ്ലേകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന സത്യം പുറത്തുവന്നു. സിറാജിനെ പുറത്താക്കിയ ഷോയിബ് ബഷീറിന്റെ പന്ത് നോ ബോൾ ആയിരുന്നു. റീപ്ലേയിൽ ബഷീറിന്റെ കാൽ ക്രീസ് ലൈൻ കടന്നതായി വ്യക്തമായി കണ്ടു. നിയമപ്രകാരം അത് നോ ബോൾ ആയിരുന്നു. സിറാജിനെ പുറത്താക്കാൻ പാടില്ലായിരുന്നു. അമ്പയർക്ക് ഈ പിഴവ് മനസ്സിലായില്ല. സിറാജിനും അത് നോ ബോൾ ആണെന്ന് അറിയാതിരുന്നതിനാൽ അദ്ദേഹം റിവ്യൂവും എടുത്തില്ല. ഒരുപക്ഷെ റിവ്യൂ എടുത്തിരുന്നെങ്കിൽ ഈ മത്സരഫലം മറ്റൊന്നാകുമായിരുന്നു. ഈ സംഭവം ക്രിക്കറ്റ് ലോകത്ത് വലിയ കോളിളക്കമുണ്ടാക്കി. സമൂഹമാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി. അമ്പയറുടെ തീരുമാനത്തിനെതിരെ ആരാധകർ രൂക്ഷമായി പ്രതികരിച്ചു. ഇത് മനഃപൂർവ്വമായ പിഴവാണോ അതോ അമ്പയറുടെ അശ്രദ്ധയാണോ എന്ന്. ഇന്ത്യൻ ആരാധകരുടെ രോഷം വാനോളം ഉയർന്നു. രവീന്ദ്ര ജഡേജയുടെ ഉജ്ജ്വലമായ പ്രകടനവും സിറാജിന്റെ സഹായവും എല്ലാം പാഴായി. ഈ വിവാദം ക്രിക്കറ്റ് നിയമങ്ങളെക്കുറിച്ചും അമ്പയർമാരുടെ ശ്രദ്ധയെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നു. തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു. അദ്ദേഹം ടീമിന്റെ തോൽവിക്ക് 5 പ്രധാന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, നായകൻ ശുഭ്മാൻ ഗിൽ എന്നിവരുൾപ്പെടെയുള്ള സീനിയർ കളിക്കാരെ ഗംഭീർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഗംഭീറിന്റെ പ്രധാന വിമർശനങ്ങൾ ഇങ്ങനെയായിരുന്നു: കരുൺ നായർ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ മധ്യനിര ബാറ്റ്സ്മാൻമാർക്ക് ലഭിച്ച അവസരങ്ങൾ മുതലെടുക്കാനായില്ല എന്നതായിരുന്നു ആദ്യ പരാമർശം. അതുപോലെ 61 റൺസുമായി പുറത്താകാതെ നിന്ന രവീന്ദ്ര ജഡേജ അവസാന ഓവറുകളിൽ സിറാജിന് സിംഗിൾ നൽകി സ്ട്രൈക്ക് കൈമാറിയത് തെറ്റായ തീരുമാനമായിരുന്നുവെന്നും ഗംഭീർ പറഞ്ഞു. മാത്രമല്ല 193 റൺസ് വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ക്ഷമയുണ്ടായിരുന്നില്ലെന്നും ഗംഭീർ കുറ്റപ്പെടുത്തി. നായകനെന്ന നിലയിൽ ശുഭ്മാൻ ഗിൽ കൂടുതൽ ആക്രമണോത്സുകമായ തന്ത്രങ്ങൾ സ്വീകരിക്കണമെന്നതാണ് ഗംഭീർ പറയുന്നത്. നായകനായ ശുഭ്മാൻ ഗിൽ വെറും 6 റൺസ് മാത്രം നേടി പുറത്തായത് അംഗീകരിക്കാനാവില്ലെന്ന് ഗംഭീർ തുറന്നടിച്ചു. അതുപോലെ അച്ചടക്കമില്ലാത്ത ഷോട്ടുകൾ കളിച്ചതാണ് വിക്കറ്റുകൾ നഷ്ടപ്പെടാൻ കാരണമെന്നും ഗംഭീർ വ്യക്തമാക്കി. ഈ തോൽവി ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു വലിയ പാഠമാണെന്ന് ഗംഭീർ പറഞ്ഞു. ബാറ്റിംഗ്, ബൌളിംഗ്, ഫീൽഡിംഗ് എന്നീ മേഖലകളിൽ വലിയ മെച്ചപ്പെടലുകൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഗവാസ്കർ, ഇർഫാൻ പഠാൻ, വീരേന്ദ്ര സേവാഗ് എന്നിവരും ഈ തോൽവിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. ഇതിനെപ്പറ്റി സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞതിങ്ങനെയായിരുന്നു: ഈ തോൽവി എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. ആദ്യ ഇന്നിംഗ്സിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും 2-ാം ഇന്നിംഗ്സിൽ ടീം ഒന്നടങ്കം പരാജയപ്പെട്ടു. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് എന്നിവർക്കാണെന്ന് ഞാൻ കരുതുന്നു. ജയ്സ്വാൾ വെറും 7 പന്തുകളിൽ നിന്ന് ഒരു റൺ പോലും എടുക്കാത്തത് ലജ്ജാകരമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ തോൽവിക്ക് പിന്നിൽ അമ്പയറുടെ തെറ്റായ തീരുമാനമാണോ അതോ കളിക്കാരുടെ അശ്രദ്ധയാണോ? ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.